സഭാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സന്യസ്തവർഷ കാര്യങ്ങളുണ്ട്. എന്നാലും 3 ഗ്രൂപ്പിനും പ്രാധാന്യം നൽകേണ്ട ഒരു തീം കൂടെ, ഒരു വിഷയം കൂടെ പറയുകയാണ്, പരിസ്ഥിതിയെ പറ്റി അല്ലേ. പരിസ്ഥിതിയുടെ ആ പ്രൊജക്റ്റ് നിങ്ങളുടെ ഒരു ടേബിളിൽ അത് കാണുകയും നിങ്ങൾക്ക് അതനുസരിച്ചുള്ള എന്തെങ്കിലും അവതരിപ്പിക്കാനോ ഏതെങ്കിലും കാര്യങ്ങൾ പറയാനോ ഒക്കെ ആയിട്ട് എല്ലാ ഗ്രൂപ്പുകാരും ഇപ്പോഴേ മുകളിലുള്ള ആശയങ്ങൾ കണ്ടെത്തണം അല്ലേ. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ല ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അതിലൊരു യാതൊരു അടിസ്ഥാനവും ഇല്ല. ഭൂമിയിലെ ഓരോ ജനിച്ചു വീഴുന്ന മനുഷ്യർക്കുള്ള ആഹാരവും വെള്ളവും വായുവും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇന്നത്തെ കാലത്ത് ഇതെല്ലാം മലിനമാക്കപ്പെടുകയാണ്. അതാണ് തീം. മനസ്സിലായോ? അതുപോലെ നമുക്ക് ഈ പ്ലാസ്റ്റിക് എന്ന സാധനം ഭൂമിയിലേക്ക് നമ്മളിത് കൂടുതലായിട്ട് ഉപയോഗിച്ച് ഭൂമിയിൽ ഒരു പുല്ല് പോലും നിൽക്കാത്ത അവസരത്തിൽ ഞാൻ കടകളിൽ ചെന്നാൽ ഒരു ബാഗ് പോലും മേടിക്കത്തില്ല. കടയിൽ ചെന്നാൽ അവർ പോയി ഒരു പേക്കർ സാധനം തന്നാൽ പോലും ഞാൻ പറയാൻ വേണ്ടത് പറയും. നമ്മുടെ വീട്ടിലേക്ക് ഒരു ബാഗും കൂടെ കൂടുതലായിട്ട് വന്നാല് അത്രയേറെ നമ്മുടെ വീട് പരിസരവും മലിനമാകുകയാണ്. ഉണ്ടായതിനു വേണ്ടിയായിരിക്കും, വെള്ളത്തിന് വേണ്ടിയായിരിക്കും. പെട്രോളിന് പകരമുള്ള സാധനം ഫ്രാൻസിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുക. അത് പുറത്തോട്ട് വിട്ടിട്ടില്ല അല്ലേ. നിങ്ങളായി ദിവസമല്ലേ ഹൈഡ്രജൻ സാധനം പെട്രോൾ താഴെ ഒരു ഭയങ്കര വേണ്ടി വരില്ല. തണ്ണീർത്തടങ്ങൾ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട് അല്ലേ. നമുക്കിപ്പോ ഈ കണ്ടങ്ങളൊന്നും മൂടല്ലേ എന്നൊക്കെ പറയത്തില്ലേ അല്ലേ. കാരണം ഒന്ന് മണ്ണിട്ട് കൂടുതൽ അവിടെ അത്രയോ സ്ഥലത്ത് ജലം സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലമെല്ലാം കൂടെ കളഞ്ഞാല് പിന്നീട് വെള്ളമൊന്നും കാണത്തില്ല. മനസ്സിലായോ? ഭൂമിയിലെ 99% മുഴുവൻ പിടിച്ചെടുത്താല് കേരളത്തിലുള്ള നല്ല നമ്മുടെ പമ്പാ നദിയും അല്ലെങ്കിൽ മണിമലയാറ് മുഴുവൻ അവരുടെ കസ്റ്റഡിയിലായിരിക്കും. അടുത്തോട്ടൊക്കെ പോകും. പ്ലെയിനെ കയറ്റിക്കൊണ്ട് കപ്പലെ കയറ്റിക്കൊണ്ടൊക്കെ പോകുന്ന കാലമൊക്കെ അതിക്രമിച്ചിരിക്കുക. അപ്പം നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ശുദ്ധജലങ്ങളൊക്കെ സംരക്ഷിക്കണം. തോടും പുഴയും ഒക്കെ സംരക്ഷിക്കേണ്ട കാലമൊക്കെ അതിക്രമിച്ചിരിക്കുക അല്ലേ. അല്ലെങ്കിൽ വെള്ളമില്ല. നമുക്കിടെ സൊമാലിയയിലൊക്കെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. വെള്ളം സാധനം അവരൊന്നുമില്ല അല്ലേ. അവര് മൃഗങ്ങളുടെ വേസ്റ്റുകളിലൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കുന്നൊരു പടമൊക്കെ കാണിച്ചായിരുന്നു പ്രാവശ്യം അല്ലേ. അപ്പൊ അത്രയേറെ ബുദ്ധിമുട്ടുള്ള ഈ കാലം വരുമ്പോഴത്തേക്ക് നമ്മളത് സംരക്ഷിക്കണം. നമ്മളതിനെ പറ്റി നോക്കണം. നമ്മളത് വെറുതെ ഉപയോഗിച്ച് വെറുതെ കളയരുത്. ടാപ്പൊക്കെ ഒരാൾ തുറന്നിട്ടാണ് നമ്മൾ ഓടിച്ചത് ടാപ്പ് അങ്ങ് നിർത്തണം. അപ്പോൾ നമ്മുടെ വെള്ളമൊന്നും അല്ലല്ലോ പോകുന്നത്, ഗവൺമെന്റിന്റെ വെള്ളം അല്ലേ എന്നൊക്കെ പറഞ്ഞു. ടാപ്പൊന്നും തുറന്നിടരുത്. ടാപ്പ് ആരെങ്കിലും ഒരു കൂടെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഉടനെ ടാപ്പൊക്കെ മൂടിയിടണം. മനസ്സിലായോ? നമ്മൾ കറണ്ട് സ്വിച്ച് ആദ്യം പാടോ ലൈറ്റെല്ലാം ഓൺ ചെയ്തിട്ട് പോവാം. ഇപ്പൊ നമ്മുടെ വീടുകളിലെ ചെയ്യുമോ? നിങ്ങൾ പറയത്തില്ലേ. അപ്പൊ ഓരോ കാര്യങ്ങള് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വിഷയങ്ങൾ നിങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കണം, കൂടുതലായിട്ട് മനസ്സിലാക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എക്സിബിഷന് തയ്യാറാകുകയും വേണം കേട്ടോ.